മാഡ് മാക്സ്. എടാ ടിംബക്ടോ, വീറിന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. അവൻ ഓരോ പ്രാവശ്യവും എന്നെ ജയിക്കുകയല്ലേ ചെയ്യുന്നത്. അവന്റെ ആയുധങ്ങൾ പല വിധത്തിലുള്ളതാണ്, പല വിധത്തിലുള്ള ടെക്നിക്കുകളാണ് അവൻ യൂസ് ചെയ്യുന്നത്. അവന്റെ ആക്രമണത്തിനും പ്രത്യേകതകളുണ്ട്. അവന്റെ വോയിസ് വെച്ചാണ് അവൻ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. വോയിസ് വെച്ച് എങ്ങനെയാണ് കമാൻഡ് ചെയ്യുന്നത്? പക്ഷെ ബോസ്, അവന്റെ വോയിസ് എവിടെ പോകുമ്പോ? ടിംബക്ടോ, ഇവനെ ഞാൻ പുതിയതായി കണ്ടെത്തിയതാണ്. ഇവൻ എവിടേക്ക് വേണമെങ്കിലും പറക്കും. വീറിന്റെ വായുടെ ഉള്ളിലേക്ക് വരെ പറന്നു കയറി അവനെ നശിപ്പിക്കും. പിന്നെ അവന് ഒരു വോയിസ് കമാൻഡും കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ ഒരു സാധാരണ റിമോട്ട് വെച്ച് ഞാൻ എല്ലാം കൺട്രോളിലാക്കും. എന്റെ മാഗ്നറ്റോ അവൻ ചെന്ന് വീറിന്റെ കഥ കഴിക്കുന്നതാണ്. ബോസ്, അതിങ്ങ് തന്നേക്ക്. ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ടിംബക്ടോ, ഇനി എന്താ? ബോസ്, എന്ത് പറ്റി ബോസ്? എന്ത് പറ്റി പറയൂ ബോസ്. തൊണ്ടയിൽ എന്താ മുള്ളു കുത്തിയതാണോ? പറയൂ ബോസ്. അയ്യോ, എന്നെ കൊല്ലല്ലേ. എനിക്കെല്ലാം മനസ്സിലായി ബോസ്, എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനും ഇതുപോലെ ചാടി ചാടി നിങ്ങളെ എടുത്തിട്ട് ചവിട്ടണം. അപ്പൊ നിങ്ങളുടെ തൊണ്ടയ്ക്കകത്തുള്ള റോബോട്ടും പുറത്തേക്ക് ചാടി വരില്ലേ? അത് പുറത്തേക്ക് വന്നു ബോസ്. തൊണ്ടയ്ക്കകത്തേക്ക് പോയി ഡിവൈസ് പുറത്തേക്ക് വന്നു ബോസ്. എടാ, നീ എന്റെ പുറത്ത് കയറി ഡിസ്കോ കളിച്ചല്ലേ? എന്നെ ചവിട്ടി മെതിച്ചു അല്ലേ? ടിംബക്ടോ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഒന്നും ചെയ്യില്ലേ ബോസ്. നിങ്ങളല്ലേ എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് ബോസ്. വീർ, ഇതാ മോനെ, ഈ കേക്ക് ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ മോനെ. ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ എടുത്ത് കഴിക്ക്. മറക്കാതെ എമിലിക്കും കൊടുക്കണം കേട്ടോ. ഓക്കേ അപ്പൂപ്പ. അപ്പൂപ്പൻ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നേ. ഇതുപോലൊരു അപ്പൂപ്പനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. നിനക്ക് കേക്ക് തന്നു ശരി, പക്ഷെ എനിക്കെന്താണ് കിട്ടിയത്? തനിക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ. ഓ, താങ്ക് യു അപ്പൂപ്പ. നിങ്ങൾ എല്ലാവരും എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത്. ബെസ്റ്റ് അപ്പൂപ്പൻ ഇൻ ദ വേൾഡ്. ഹായ് എമിലി. ഹായ്. ഇത് കണ്ടോ, അപ്പൂപ്പൻ എനിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയിരിക്കോ. ശരി, വാ നമുക്കിനി ഗാർഡനിൽ ചെന്നിരുന്ന് കഴിക്കാം. ഞാൻ വിചാരിച്ചത് സാധിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ച വലയിൽ വീറ് കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയാണ് എന്റെ കളി തുടങ്ങുവാൻ പോകുന്നത്. ടിക്ടിറ്റോ, വേഗം വരൂ. ഇവൻ നമ്മൾ അറ്റാക്കാൻ വന്നിരിക്കുകയാണ്. വീർ, ഓടിക്കാം. ഇപ്പോൾ എനിക്കൊരു ഗാഡ്ജറ്റിനും കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. താങ്ക് യു വീർ. എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ആ മാഡ് മാക്സിന്റെ ചതിക്കളിയാണ് മോളെ. അവൻ ഏതോ ഒരു ഡിവൈസ് വെച്ച് വീറിന്റെ തൊണ്ട ജാമാക്കിയിരിക്കുക. വീറിന് അവന്റെ ഗാഡ്ജറ്റ്സിനെ കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ അവന്റെ റോബോട്ടിനെ അയച്ചിരിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യാ അപ്പൂപ്പ? വാ മോളെ, അവന്റെ തൊണ്ടയിലെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. അതേ ഒരു വഴിയുള്ളൂ.
ചാടിപ്പോകുന്നത് നമ്മുടെ വീറിനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ എങ്ങനെയാ സാധിക്കുന്നത്? പക്ഷെ അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. വീർ ഒരു റോബോട്ടാണ്. റോബോബോയും വീർ തന്നെയാണ് അച്ഛാ, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല, അതാണ് പ്രശ്നം. വീർ, ഞാൻ ഇപ്പൊ തന്നെ അവനെ എടുത്തിട്ട് ചവിട്ടി ഒരു പരിവാക്കാൻ നോക്കിക്കോ. എന്നെ വിട്ടേക്ക, എന്നെ വിട്ടേക്ക. കലക്കി സൂപ്പർ ബോയ്, കലക്കി. അയ്യോ, വീർ, അവന്റെ മാഗ്നറ്റിക് പവറിൽ നീ പെടാതെ നോക്കണം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അപ്പൂപ്പ? അപ്പൂപ്പ, ആ ഡിവൈസ് എന്റെ കയ്യിലേക്ക് തന്നേക്ക്. വേണ്ട മോളെ, ഇതൊരു അപകടം പിടിച്ച കളിയാ. ലേസർ ഉപയോഗിച്ച് അവൻ നിന്നെയും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൂപ്പ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. വീർ, ഐ ആം ജീനിയസ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. നീ കണ്ടില്ലേ, നിനക്ക് ഈ ഗതി വരാൻ കാരണം ഞാനാണ്. വീർ, ഞാനിതാ വരുന്നു. ആ, ഇത് അപ്പൂപ്പ തന്നയച്ചതാ. ഇത് നിന്റെ തൊണ്ടയിലുള്ള പ്രശ്നം ശരിയാക്കും. താങ്ക് യു എമിലി. റോബോ ബോയ് സ്യൂട്ട് ഓൺ. അപ്പൊ വീർ തന്നെയാണല്ലേ റോബോ ബോയ്? ബോസ് ബോസ്, നമ്മൾ വീണ്ടും തോറ്റുപോയി ബോസ്. ഇല്ല, ഒരിക്കലുമില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നേയില്ല. അയ്യോ, വീർ, വാ ഒരു ഫോട്ടോ എടുക്കാം. എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് ആർക്കും സമയമില്ല അല്ലേ? എല്ലാരും വീറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം അല്ലേ? ചിണ്ടു, എല്ലാരും എന്നെ റോബോബോയുടെ രൂപത്തിൽ കണ്ടു കഴിഞ്ഞു. ഇവർ ഇതുവരെ കണ്ടതെല്ലാം ഒറ്റയടിക്ക് മറന്നു പോകണം. അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യേ. വീർ, നീ ഇപ്പോ ആരോടാ സംസാരിച്ചത്? നീ ആരോടോ മറക്കാൻ പറഞ്ഞല്ലോ. അത് വേറൊന്നുമല്ല അങ്കിൾ. വീർ, ഞാൻ എവിടെയുണ്ട്? ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ്. ഷെടാ, ഇവനിത് എവിടെന്നാ വന്നത്? ഇത്രയും നേരം എന്റെ അച്ഛന്റെ കയ്യിലായിരുന്നല്ലോ ക്യാമറ.
സ്മൈൽ പ്ലീസ്. നിങ്ങളെല്ലാം മറന്നേക്ക്, ചിരിക്കൂ. നമ്മളെന്തിനാ ഇപ്പൊ വീറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്? ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. നമ്മൾ എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുമായിരുന്നെങ്കിൽ. ഇപ്പൊ ഞാൻ ഭയങ്കര ബിസിയാ. പിന്നെ ഒരു ദിവസം നമുക്ക് ഫോട്ടോ എടുക്കാം. നിന്റെ കൂടെ ഞാൻ നിന്ന് ഫോട്ടോ എടുക്കാനോ? ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ വീർ? നീ ഒന്നും മിസ് ചെയ്തിട്ടില്ല. വേഗം വാ, നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. ആരെങ്കിലും എന്നെ ഒന്ന് താഴെ ഇറക്കി വിട്. വീർ, ചിണ്ടു, അപ്പൂപ്പ.